ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാൻ ഇന്ന് ഒരു സെൽഫ് കെയർ ഡേ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഒരു സെൽഫ് കെയർ ഡേ അല്ലെങ്കിൽ ഒരു സെൽഫ് മോട്ടിവേഷൻ ഡേ എന്ന് പറയാം. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ലൈഫിൽ ഭയങ്കര ബിസിയാണ്, ഫുള്ളി പാക്ഡ് ആയിട്ടാണ് ഡെയിലി റുട്ടീന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേക്ക് വേണം എന്നുള്ളത് എനിക്ക് തോന്നി. ഞാൻ സാധാരണ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊരു ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു റുട്ടീന് നോക്കുകയാണെങ്കിൽ 4 to 10 ആണ് എൻ്റെ റുട്ടീന്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മടുപ്പ്, ഒരു വെറുപ്പ്, മൊത്തത്തിലൊരു ദേഷ്യം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് ടൈം കൊടുക്കുന്നത് പോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും നേരം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇന്നൊരു സെൽഫ് കെയർ ഡേ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് സമയം സ്കിന്നിന് വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു ക്ലീനപ്പ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഞാൻ ലാസ്റ്റ് ക്ലീനപ്പ് ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-8 മാസമായിട്ടുണ്ടാവും. കുറച്ചധികം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ സ്കിൻ കെയർ വരെ ചെയ്യാറ്. അപ്പോൾ ലാസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എല്ലാ തവണയും ഒരു ക്ലീനപ്പ് ചെയ്യാൻ പോകുകയായിരിക്കും ഇനി എല്ലാ മാസവും ഓരോരോ ക്ലീനപ്പ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതിനൊന്നും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ക്ലീനപ്പ് ചെയ്യണം. അതേപോലെ വലിയ രീതിക്ക് സ്കിന്ന് അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷേ ഈ അടുത്തായിട്ടാണ് ഈ സ്കിന്നിൽ ചെയ്യേണ്ട ഒരു 5-6 സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതായത് പ്രൊഡക്ട്സ്, അതുവരെ യൂസ് ചെയ്തത് റീസെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്ലാന് ക്ലീനപ്പ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ഒന്ന് ഷോപ്പ് ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അത് ഷോപ്പ് ചെയ്യാന്നുള്ളതും ആണ് ഇന്നത്തെ ഒരു പ്ലാന്. പിന്നെ ഇതല്ലാതെ ഇതിൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റീസ് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബാങ്കിൽ പോകാനുണ്ട്, അതേപോലെ ആർട്സ് കോളേജിലൊന്ന് പോകാനുണ്ട്, അവിടെ ചെറിയൊരു കാര്യമുണ്ട്, അപ്പോൾ അതിന് പോകാനുണ്ട്. പിന്നെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം. ഇതൊക്കെ റെസ്പോൺസിബിലിറ്റീൻ്റെ ഭാഗമാണ്. പക്ഷേ അതിൻ്റെ എല്ലാം ഇടയിൽ കൂടെ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം എന്നുള്ളത്, അതാണ് ഇന്നത്തെ മെയിൻ ഉദ്ദേശം. പണ്ടൊക്കെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കോഴിക്കോടായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ KSRTC സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറിയിട്ട് വയനാട് പോകുമായിരുന്നു ഒറ്റയ്ക്ക്. വയനാട് പോയിട്ട് വൈത്തിരിയിൽ ഇറങ്ങും. വൈത്തിരിയിൽ ഇറങ്ങിയിട്ട് അടുത്ത KSRTC ബസ് കയറിയിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അന്നൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ല. പക്ഷെ എങ്കിൽ പോലും ആ ഒരു യാത്രയിൽ കിട്ടുന്ന ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒരു സുഖമായിരുന്നു. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക് വേണം എന്നുള്ളത് വളരെ ആവശ്യമാണ്. പിന്നെ എൻ്റെ ഒരു റുട്ടീന് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ 5:30 ആകുമ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോവും. 5:30 to 6:45 വരെ ജിമ്മിലായിരിക്കും. ഞാൻ ജിമ്മിലേക്ക് പോകുമ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഞാൻ വീട്ടിലെത്തുന്ന സമയത്തേക്ക് മോൻ്റെ ഏകദേശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. മോനെ ജസ്റ്റ് വിളിച്ചാൽ മതി കേട്ടോ. അവന് ഞാൻ ഡെയിലി മുട്ട ഉണ്ടാക്കി വെക്കും. അപ്പോൾ അവൻ എണീറ്റ് തന്നെ ബ്രഷ് ചെയ്യും, തന്നെ അതെടുത്ത് കഴിക്കും, ബാത്റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് വരും, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേന് അവൻ്റെ ഏകദേശം കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 7:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എനിക്ക് ജസ്റ്റ് ഒന്ന് കുളിച്ച് മാറ്റാനുള്ളൊരു സമയം ഉണ്ടാവുള്ളൂ. 7:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 7:45 ആകുമ്പോൾ മോൻ്റെ സ്കൂളിലെത്തും. മോന് ദേവഗിരി CMI പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അവൻ 2nd സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അവന് 7:45 ക്ലാസ്. 7:45 അവനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഞാൻ ഓഫീസിൽ വന്നിരിക്കും. ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഒരു 5 മണി വരെ ഇവിടെ തന്നെയാണ്. 9 to 5 ആണ്. 5 മണി വരെ ഇവിടെ തന്നെയാണ്. ആ ഒരു സമയമാണ് ശരിക്കും ഒന്ന് ഇരിക്കുക ഒരു സമയം വരുന്നത്. പിന്നെ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മോൻ്റെ ഡേ കെയറിൽ പോവും. എന്നിട്ട് അവനെ പിക്ക് ചെയ്തിട്ട്
വീട്ടിലേക്ക് പോവും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ അവന് 6:30 to 8:15 വരെ ബോക്സിംഗ് ക്ലാസ് ഉണ്ട്. പിന്നെ സാറ്റർഡേ സൺഡേസ് നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഒരു 6:30, 7 to 9, 9:30 വരെ അവന് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ട്. സ്കേറ്റിംഗ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ അങ്ങനെ ആ ക്ലാസ്സുകളും പോവും. പിന്നെ ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഞാൻ വീട്ടിലെ ഭക്ഷണം ആക്കണം. ഹസ്ബൻഡിൻ്റെ ഫാമിലി ബേപ്പൂരാണ്. ഞങ്ങൾ കുറച്ചും കൂടെ ടൗണിനടുത്തേക്കാണ്, പയ്യാനക്കലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു കൈസഹായത്തിന് പോലും ആരുമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ജോബ് നോക്കുമ്പോൾ ടൈം ഒട്ടും അഡ്ജസ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, ഇപ്പം വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, മോൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എനിക്കതിൽ ഓക്കെയാണ്, ആരോടും പരാതിയോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. ഞാൻ പണ്ട് മുതലും ഇങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ ഒരു ആവശ്യത്തിന് മറ്റുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ചിന്താഗതിയെ എനിക്കില്ല. എന്തിനേറെ പറയണം, ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പോവാറ്. ഞാനങ്ങനെ ആരോടും കൂടെ വരാനോ അല്ലെങ്കിൽ വരുമോ എന്ന് അങ്ങനെയൊന്നും ചോദിക്കാറില്ല. അത് അവർക്കൊരു ബുദ്ധിമുട്ടാവോ എന്നുള്ള തോന്നലാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ എനിക്കിത് ശീലമാണ്, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് ശീലമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അല്ലാതെ ആവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിലും കുറച്ചെങ്കിലും കാണിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. പിന്നെ എനിക്ക് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമാണ്. പക്ഷേ ഒറ്റയ്ക്ക് ഇപ്പോൾ മറ്റു പല കാര്യങ്ങളും കൊണ്ടും, മറ്റു പല നല്ല, ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം മോൻ്റെ കാര്യം ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊക്കെ എങ്ങോട്ടെങ്കിലും പോയിട്ട് കുറേ കാലങ്ങളായി. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെ പോവുകയാണല്ലേ, നീ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ എല്ലാവരുടെ കൂടെയും പോകുന്നു, അല്ലെങ്കിൽ നീ ഇങ്ങനെ എപ്പോഴും യാത്ര ചെയ്തിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തിനാ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെ പോകുന്നത്, ഇങ്ങനെയൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതിന് എനിക്കുള്ളൊരു ആൻസർ എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും മാത്രം ജീവിച്ചു തീർക്കാതെ നമ്മൾക്ക് വേണ്ടിയിട്ടും കുറച്ചെങ്കിലും ജീവിക്കുക. കാരണം ഇപ്പോൾ എൻ്റെ പരിചയത്തിൽ തന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട്സൊക്കെ അവരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ, വീട്ടിലൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ അനുവാദം പോരാതെ ഇൻലോസിൻ്റെ അനുവാദം വാങ്ങണം, പാരൻസിൻ്റെ ഒപ്പീനിയൻ ചോദിക്കണം, പിന്നെ കുട്ടികളെടുത്ത് പറയണം. അപ്പോൾ ഇതെല്ലാം കൂടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും അഭിപ്രായവും കാര്യങ്ങളൊക്കെ ചോദിച്ച് സമ്മതങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെയ്യുമ്പോഴത്തേനും ലൈഫിൽ ഒരുപാട് കാലം മുന്നോട്ട് പോയിട്ടുണ്ടാവും. എൻ്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 30s ഉള്ളത്. ഇത്ര കാലം വരെ ഞാൻ എന്താണ് ജീവിതത്തിൽ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കുള്ള ആകെ നല്ല കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ മെമ്മറി ആയിട്ടുള്ളത് എൻ്റെ മോൻ്റെ കൂടെയുള്ള നല്ല കുറേ ടൈം. ഞാനിപ്പോൾ എനിക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കുന്നത് പോലെ നല്ലൊരു ടൈം അവന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. അവനും എനിക്കും കൂടെ ഉള്ളൊരു ടൈം ഉണ്ടാവാറുണ്ട്. അതേപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഓർമ്മകൾ, ഫാമിലിയുടെ കൂടെയുള്ള ടൈം, ഇതൊക്കെയാണ് ജീവിതത്തിൽ ആകെ ഒരു അസറ്റ് എന്ന് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിയിട്ട് കഴിക്കുക, ഇഷ്ടമുള്ള ഡ്രസ്സുകൾ മേടിച്ചിട്ട് ഇടുക, പിന്നെ ഇഷ്ടമുള്ള അടുത്ത് പോവുക, ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യുക, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുക. ഇതൊക്കെയാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതേപോലെ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളൊരു കാര്യം, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സൈഡായി പോയാൽ നിനക്ക് എന്തേ വയ്യെന്ന് ചോദിക്കാനോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യണോ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, എങ്ങോട്ടെങ്കിലും പോകണോ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയിക്കോ, ഇങ്ങനെയൊന്നും പറയാൻ ഒരു മനുഷ്യൻ വരില്ല. അപ്പോൾ നമ്മൾക്ക് എന്താണോ
നമ്മളെ ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നമ്മളായിട്ട് തന്നെ തിരിച്ചറിയുക, നമ്മളായിട്ട് ചെയ്യുക. ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുക, ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടിടുക, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര പോവുക, ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേനും ഒരുപാട് സമയമായിട്ടുണ്ടാവും. നമ്മൾക്കൊക്കെ ഇനി എത്ര കാലം ജീവിക്കാൻ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഉള്ള കാലം അടിപൊളിയായിട്ട് ജീവിക്കുക. ആരോടും ഒന്നും പറയാനോ ചോദിക്കാനോ ഒപ്പീനിയൻ വാങ്ങാനോ പോകാതിരിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഞാനിന്ന് ലീവാണ്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നത് ഓഫീസിൻ്റെ മേലെ, ടെറസിൻ്റെ മേലെയാണ്. ചാർജർ എടുക്കാൻ വിട്ടുപോയി ഇന്നലെ. അതുകൊണ്ട് ചാർജർ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇനി ഇവിടുന്ന് മെല്ലെ എണീറ്റിട്ട് തളീൻ്റെ അവിടെയോ അല്ലെങ്കിൽ ബീച്ച്, മാനാഞ്ചിറ, ഇതൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പോകാറുള്ള സ്ഥലം. അവിടെ പോയിട്ട് ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമാണ്. ഇപ്പം തന്നെ നോക്കി ക്ലൗഡ്സ് ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോകും. കാരണം ആകാശം നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്നുള്ളത് അത്ര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇവിടുന്ന് മെല്ലെ ഇറങ്ങിയിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ വെൽക്കം ടു നിത്യ ദി അൺഫിൽറ്റർ. പക്ഷേ ഒരു അടിപൊളി ഇൻട്രോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചിരുന്നു ഞാൻ. മാനാഞ്ചിറ പോയിട്ട് അല്ലെങ്കിൽ തളി ബീച്ചിലൊക്കെ പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടേ അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷേ എന്തൊരു ക്ഷീണമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ക്ഷീണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആർട്സ് കോളേജ് ഇവിടുന്ന് വീടിൻ്റെ അടുത്താണ്, ഒരു കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടാവുള്ളൂ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. വന്നിട്ട് ഒരു 1/2-3 മണിക്കൂർ ശവം മാതിരി അവിടെ കിടന്നു. ഉറങ്ങിയിട്ടില്ല, പക്ഷേ ഒന്ന് കിടന്നെണീറ്റപ്പോൾ കുറച്ചൊരു സുഖമുണ്ട്. ഇനി കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. അപ്പോൾ അതെടുത്തിട്ട് നേരെ ഒന്ന് ആർട്സ് കോളേജിൽ പോയിട്ട് വരാം. ഇവിടെ ശരിക്കും പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇതിലെ ബസ്സിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു കാട് പിടിച്ചൊരു കോളേജ് പോലെ. രസമാണ്, ഫുള്ള് മരങ്ങളുള്ളതുകൊണ്ട്. പക്ഷേ നല്ല പഴയതാണ് ബിൽഡിങ്ങൊക്കെ. ഇവിടെ ബാക്കോട്ടൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല പഴയതാണ്. ഒന്ന് പുതുക്കി പണിയാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഫുള്ളും മരങ്ങളായതുകൊണ്ട് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കിയേക്കാം. ഇനിയിപ്പോൾ നേരെ ബാങ്ക് പോകണം. ബാങ്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ നൽകി നോക്കട്ടെ. ഇത് മോൻ്റെ UKG പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ വേറൊരു ഫോട്ടോ കൂടെ ഉണ്ടായിരുന്നു, ക്ലാസ് ഫോട്ടോ. അത് കേടായിപ്പോയി. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഒന്ന് ലാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. സൂര്യനും ഞാനും തമ്മിൽ ഒട്ടും ചേർച്ചയിലല്ല. കാരണം മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ലൈറ്റ് പ്രശ്നമാണ്. ലൈറ്റ് മാത്രമല്ല, സൗണ്ട്, സ്മെല്ല്, പിന്നെ റുട്ടീനൊന്ന് മാറിയാൽ, അതായത് പ്രത്യേകിച്ച് ഭക്ഷണം, അതിൻ്റെയൊക്കെ ഒരു രീതി മൊത്തം മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ഒറ്റമൂലിയായിരിക്കും എൻ്റെ ബാഗിലുണ്ടാവും. ഞാനിന്ന് ബാങ്കിൽ കയറിയിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വണ്ടി ഞാനൊന്ന് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് വണ്ടി ഇല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇവിടെ ബാങ്കിലത്തതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് ഏകദേശം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ തന്നെയാണ് ഞാൻ ക്ലീനപ്പിന് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊന്ന് ഇറങ്ങണം. പിന്നെ എന്തെങ്കിലും ഒന്ന് അതിൻ്റെ മുമ്പ് കുടിക്കണം. കാരണം ഇന്ന് ആ ഒരു ഉറക്കം വീട്ടിലെത്തിയിട്ടൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം അത്യാവശ്യം നല്ല എനർജി ഉണ്ട്. അപ്പോൾ ആ എനർജി പോവാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വയറ്റിനുള്ളിലേക്ക് എത്തിയാലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ അപ്പോൾ തലവേദന സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് ചെയ്ത് തീർക്കട്ടെ. ഫോട്ടോ അങ്ങനെ ലാമിനേറ്റ് ചെയ്ത് കിട്ടി. അതിനിടയ്ക്ക് ഞാൻ ഒന്ന് പോയിട്ട്
ഒരു വത്തക്ക കുടിച്ചു. എനിക്കിങ്ങനെ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്ത് വെക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കയ്യിലുള്ള ഫോട്ടോസ് ഒന്നും അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇതിപ്പോൾ എടുത്തു വെച്ചിട്ട് കുറേ ആയി. ഇതിൻ്റെ ബാക്കിൽ ക്ലാസ് ഫോട്ടോ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം നാശമായിപ്പോയി. അപ്പോൾ ഇത് ഒന്ന് കേടാവാതെ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലാമിനേറ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ മെല്ലെ പോയിട്ട് ക്ലീനപ്പ് ചെയ്യട്ടെ. 12:30 ആയിരുന്നു കേട്ടോ എനിക്ക് അപ്പോയിൻമെൻറ്റ്. പക്ഷേ ഇവിടെ ഇപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചെയ്തുതരാമെന്ന് പറഞ്ഞു. 12 മണി ആയിട്ടേ ഉള്ളൂ. എന്തായാലും മുഖം ഒന്ന് വൃത്തിയാക്കട്ടെ. ഇവർ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ടേ ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ പേടിയാവുന്നത്. അതിൻ്റെ വലിയ കോമഡി ആൻസർ കേട്ടോ. ഈശ്വര കാണുമ്പോൾ കുറച്ച് കണ്ണും കൂടെ എഴുതി ഒന്ന് മേക്കപ്പ് ചെയ്താല് കഥകളിക്ക് പോകുന്ന പോലെ ആവും. നല്ല രസമുണ്ട് എന്തായാലും, കോമഡി ആയിട്ടില്ലേ. ഇന്നലെ ഓഫീസിലിരുന്നപ്പോൾ ഇങ്ങനെ സുബി ചേച്ചി പറയുന്നുണ്ടായിരുന്നേ ഒന്ന് ഉഴിച്ചിലിന് പോകണം എന്നുള്ളത്. ഇന്നലെ ചേച്ചി അത് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ അവർ വന്നിട്ട് കുറേ മസാജൊക്കെ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ തോന്നാണ് ഒരു ഉഴിച്ചിൽ നന്നായിരിക്കും എന്നുള്ളത്. എന്തായാലും ഒരു സുഖമുണ്ട്, ഒരു കുളിർമയുണ്ട് മൊത്തത്തിൽ. മുഖത്ത് ഇങ്ങനെ തണുത്ത ക്രീമൊക്കെ ആക്കി മസാജൊക്കെ ചെയ്യുമ്പോൾ ഈശ്വരൻ ഇത് വേറെ ഏതോ ഒരു ജീവിനെ പോലെ ഉണ്ട് കാണാൻ. എന്നോടെ കിടക്കാനാക്കിയതാണ് കേട്ടോ. ഇത് ഉണങ്ങുന്ന വരെ ഇത് തേച്ച് പോയ പാടെ ഞാൻ എന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇങ്ങനെ തന്നെ പോയിട്ട് അവിടെ കിടക്കട്ടെ. സത്യത്തിൽ എനിക്ക് ജോക്കറിനൊക്കെ തോന്നിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ജോക്കറായി. പിന്നെ വല്ല ഇറങ്ങട്ടെ കേട്ടോ. ഇവിടുത്തെ കഴിഞ്ഞു. മുഖം മൊത്തത്തിലൊന്ന് ഒരു വെയിറ്റ് മുഖത്തുനിന്ന് കുറഞ്ഞതുപോലെയുണ്ട്. സമയം 1:30 ആയിട്ടോ. നല്ല വിശക്കാൻ തുടങ്ങി. കുറച്ച് നേരം വരെ മീൽസ് കാണുന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൂഡ് ചേഞ്ചായി. ബിരിയാണി എന്നുള്ളതാണ്. ഇവിടെ അടുത്ത് KBC ആണുള്ളത്. അവിടെ പോയാൽ പക്ഷേ പലപ്പോഴും എനിക്ക് ആഗ്രഹിച്ചു പോയാൽ അപ്പോഴൊക്കെ ബിരിയാണിയാണ് കിട്ടുക. ഇന്നൊരു പ്രതീക്ഷ വെച്ചിട്ട് നോക്കാം. എന്തായാലും ഒരു ഹാഫ് ബിരിയാണി പോയിട്ട് കഴിക്കും. കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് മേടിക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ മിഡാസിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നാണ് യൂഷ്വലി വാങ്ങാറുള്ളത്. വേറെ ഏതല്ലേ? കുറച്ച് ആക്ടിവേഴ്സ് വാങ്ങാനുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ ഷോപ്പിൽ വന്ന് തപ്പൽ എനിക്ക് കിട്ടാറില്ല. ഓൺലൈനിലാണ് അധികം വാങ്ങാറ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. ഈ ഡ്രസ്സ് എനിക്ക് എന്തോ ഒരു ഇഷ്ടമായി. കളറാണോ എന്താ അറിയില്ല, ഒരു ഭയങ്കര കംഫേർട്ട് ഇടുമ്പോൾ. പക്ഷെ വന്ന കാര്യം ഇതല്ല, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. വേറെ എന്തെങ്കിലും ആയിരിക്കും വാങ്ങാൻ വരുന്നുണ്ടാവുക. പക്ഷെ കയ്യിൽ കിട്ടിയതെന്തോ അതെടുത്തിട്ടാണ് അവസാനം ഇവിടുന്ന് പോവുക. ആകെ കൺഫ്യൂഷനായി. നല്ല രസമുണ്ടല്ലേ. ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കുന്ന സാധനങ്ങളല്ല എനിക്ക് കിട്ടുന്നത്. പകരം വേറെ കുറച്ച് കാര്യങ്ങളാണ് കിട്ടുന്നത്. അധിക നേരം ഇവിടെ നിന്നാൽ ചിലപ്പോൾ നല്ല പൈസ പൊട്ടും. അതുകൊണ്ട് മെല്ലെ ഇവിടുന്ന് ഇറങ്ങട്ടെ.
കുറച്ച് സമാധാനത്തിലിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ മാനാഞ്ചിറ വന്നായിരുന്നു. പക്ഷെ ഇവിടെ കുറേ മുന്നേ ആയിട്ടുണ്ട്. സരോവരത്തിനെക്കാട്ടിലും കഷ്ടമാണ്. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അങ്ങനെയാണ്. ഞാൻ ആദ്യം തളിയിൽ പോയപ്പോൾ അവിടെ ആൾക്കാർ വരുന്നേ ഉള്ളൂ. പക്ഷെ വെയിലില്ലാത്ത സ്ഥലത്തെല്ലാം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മാനാഞ്ചിറ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നതായിരുന്നു. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല, മണ്ണിലെവിടെയെങ്കിലും ഇരിക്കേണ്ടി വരും. കുറച്ച് തപ്പിപ്പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ലൊരു സ്ഥലം കിട്ടി കേട്ടോ. ഇവിടെ സൺസെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. മുമ്പാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സീന. പുള്ളിക്കാരി ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും മോനെയായിട്ട്. എന്നിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് പോവുക. ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എനിക്കിഷ്ടമുള്ളതുപോലെ കുറേ കാര്യങ്ങൾ സ്കിൻ കെയർ ചെയ്തു. സ്കിൻ കെയർ പ്രൊഡക്ട്സ് മേടിച്ചു. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മെല്ലെ ഇറങ്ങണം. ഞാൻ ശരിക്കും ബീച്ചിലേക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ബീച്ചിൽ പോയാൽ അവിടെ കുറേ ചുറ്റി തിരിഞ്ഞിട്ട് വേണം മോനെ പിക്ക് ചെയ്യാനായിട്ട് വരാൻ. അപ്പോൾ ഇവിടുന്ന് പിന്നെ ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നതാണ്. എന്തായാലും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ അടിപൊളിയാക്കി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നെപ്പോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനും ഇല്ലാതെ ചെയ്യുക. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്നാൽ പിന്നെ ഞാൻ മെല്ലെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചേട്ടാ.